ഗാന്ധിജിയുടെ സ്മരണകൾ തുടിക്കുന്ന അകത്തേത്തറ ശബരി ആശ്രമത്തിൽ മഹാത്മാഗാന്ധി മ്യൂസിയം നിർമ്മാണം പുരോഗമിക്കുന്നു. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്മാരകം നിർമ്മിക്കുന്നത്. ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ അടങ്ങിയ ലൈബ്രറി, വായനാമുറി ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ രൂപരേഖ ആറന്മുള വാസ്തുവിദ്യാകേന്ദ്രമാണ് തയ്യാറാക്കിയത്. കേരളത്തിന്റെ സബർമതി എന്ന് പേരെടുത്ത ശബരി ആശ്രമം 1923 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ ഒലവക്കോട്ടെ അകത്തേത്തറയിൽ ആശ്രമം പ്രവർത്തനം തുടങ്ങിയത്. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തിയാണ് കൃഷ്ണസ്വാമി അയ്യരും കൂട്ടരും ആശ്രമത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. വലിയൊരു ദർശനത്തെ പിൻപറ്റിയാണ് ആശ്രമത്തിന് ശബരി എന്ന് പേരിട്ടത്. ആദിവാസി സ്ത്രീയായിരുന്ന ശബരിയും ക്ഷത്രിയനായ ശ്രീരാമനും തമ്മിലുള്ള ആത്മബന്ധം പോലെ ഭാരതത്തിലെ സവർണരും അവർണരും തമ്മിൽ സ്നേഹവും സഹകരണവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരാണ് സ്ഥാപകർ. ഹരിജൻ സേവാ സംഘം സ്ഥാപിക്കപ്പെടുന്നതിനും ദശാബ്ദം മുന്നേ അധകൃതരുടെ ഉദ്ധാരണത്തിനായി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ മഹത് സ്ഥാപനം. 5 തവണ കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധി 3 തവണ ശബരി ആശ്രമത്തിലെത്തി. 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേരളത്തിലെത്തിയ ഗാന്ധിജി മാർച്ച് 18 ശബരി ആശ്രമം സന്ദർശിച്ചു. 1927 ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി എത്തിയ മഹാത്മാവ് ഒക്ടോബർ 15 തൃശൂരിൽ നിന്നും ആശ്രമത്തിലെത്തി. 1934 ഹരിജന ഫണ്ട് ശേഖരണത്തിനായി എത്തിയപ്പോഴും ഗാന്ധിജി ആശ്രമത്തിലെത്താൻ സമയം കണ്ടെത്തി. ശബരി ആശ്രമത്തിൽ സാംസ്കാരിക വകുപ്പ് 2.66 കോടി രൂപ ചെലവിട്ട് ഗാന്ധി സ്മൃതി മന്ദിര സമുച്ചയം സ്ഥാപിച്ചിട്ടുണ്ട്. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുള്ള കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഗാന്ധിജിയുടെ സഹന സമര ജീവിതത്തെ അറിയാൻ പര്യാപ്തമായ മ്യൂസിയം, ആശ്രമസ്ഥാപകൻ ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരുടെ ഭാര്യ ഈശ്വരി അമ്മാളിന്റെ സ്മരണയ്ക്കായുള്ള ഗ്രന്ഥശാല എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. എല്ലാത്തിനും കേന്ദ്രമായ ശബരി ആശ്രമത്തിൽ ഗാന്ധി കുടീർ എന്നൊരു കുഞ്ഞു കുടിലുണ്ട്. ഗാന്ധിജി ആശ്രമത്തിലെത്തിയപ്പോൾ താമസിക്കുകയും പ്രാർത്ഥനായോഗം നടത്തുകയും ചെയ്ത കേന്ദ്രം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ആത്മവിശ്വാസവും. UTV ന്യൂസ്, പാലക്കാട്.